ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടുന്ന പരാജയങ്ങളെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ചവിട്ടുപടികളായിട്ട് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും? ഈ 4 ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ഫാമിലി ദ പാരഡൈസ് എന്നുള്ള നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ വിജയകരമായ കുടുംബജീവിതത്തിൻ്റെ തലക്കെട്ടിൽ അതിൻ്റെ 43ാമത് എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ടോപ്പിക്, ഹൗ ടു മേക്ക് അവർ ഫെയിലിയേഴ്സ് ആസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ അവർ സക്സസ്. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ചവിട്ടുപടികളായിട്ട് എങ്ങനെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും? സക്സസ് മെഷറിംഗ് നോട്ട് ബേസ്ഡ് ഓൺ അവർ വിന്നിങ്സ് ബട്ട് ബൈ കൗണ്ടിങ് അവർ ഫെയിലിയേഴ്സ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ലൈഫ് എന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ജീവിതത്തിലെ വിജയങ്ങൾ കൗണ്ട് ചെയ്യപ്പെടുന്നത് നമ്മളുടെ ജീവിതത്തിലെ നാം അച്ചീവ് ചെയ്ത നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നമ്മളുടെ പരാജയങ്ങളുടെയും നമ്മളുടെ വെല്ലുവിളികളുടെയും കൗണ്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് എന്ന്. There is no success without failures എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും പറയുവാനായിട്ടും സ്ഥാപിക്കുവാനും ഒരുപക്ഷെ സാധിക്കും. ഈ ലോകത്ത് കാണുന്ന സകല മഹാന്മാരുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച വെല്ലുവിളികൾ ഒട്ടനവധിയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 21ാമത്തെ വയസ്സിൽ തൻ്റെ ബിസിനസ്സിൽ താൻ മുഴുവൻ പരാജിതനായി, പരാജയപ്പെട്ടു. 22ാമത്തെ വയസ്സിൽ ഇലക്ഷനിൽ പരാജയഭീതി അനുഭവിച്ചു. 26ാമത്തെ വയസ്സിൽ താൻ ജീവന് തുല്യം ജീവിച്ചിരുന്ന തൻ്റെ ജീവിത പങ്കാളി തന്നിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. 34ാമത്തെ വയസ്സിൽ വീണ്ടും ഇലക്ഷനിൽ പരാജയം നേരിടേണ്ടി വന്നു. 45ാമത്തെ വയസ്സിൽ സെനറ്റിലേക്ക് മത്സരിച്ചു, അവിടെയും പരാജയം. 47ാമത്തെ വയസ്സിൽ വൈസ് പ്രസിഡന്റായിട്ട് മത്സരിച്ചു, അവിടെയും പരാജയം തന്നെ പ്രതിഫലം. 49ാമത്തെ വയസ്സിൽ വീണ്ടും സെനറ്റിലേക്ക് മത്സരിച്ചു, അവിടെയും പരാജിതനായി. എന്നാൽ 52ാമത്തെ വയസ്സിൽ ദ സെയിം പേഴ്സൺ elected as the president of America. He is none other than Abraham Lincon. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്രമായിരിക്കാം. ജീവിതത്തിൽ അടിക്കടി പരാജയങ്ങൾക്ക് തുടർച്ചയായിട്ട് നേരിട്ടപ്പോഴും അതിൻ്റെയൊക്കെ അവസാനം അദ്ദേഹത്തിന് വിജയം കാണുവാനായിട്ട് സാധിച്ചു. എന്താണ് അതിനെ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്? ജീവിത പരാജയങ്ങളിൽ ഒരിക്കലും അദ്ദേഹം പതറിയില്ല എന്നുള്ളത് തന്നെ. ഗ്രേറ്റ് പീപ്പിൾ ആർ ജസ്റ്റ് ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ഡിറ്റർമിനേഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളെ എങ്ങനെ നമ്മുടെ നേട്ടങ്ങളായിട്ട് മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും? 4 ചിന്തകൾ. 1, ലേൺ ഫ്രം അവർ ഫെയിലിയേഴ്സ് എന്നുള്ളതാണ്. നമ്മുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. Someone said, life is 10% of what happens to you and 90% how you react to what happens to you. നിങ്ങളുടെ ജീവിതത്തിൽ 10% മാത്രമാണ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ അതിൽ 90% നിങ്ങൾ ആ സിറ്റുവേഷനോട് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പരിണിത ഫലം നിങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യു നീഡ് ടു ലേൺ ദ ലെസൺസ് ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് ഫെയിലിയേഴ്സ് എന്നുള്ളത് തന്നെ. ഇംഗ്ലീഷിൽ അതിന് ഇപ്രകാരമാണ് പറയുന്നത്, ഫെയിൽസ്മാൻഷിപ്പ് എന്നാണ് പറയുന്നത്. കാരണം പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ അത് പ്രാപ്തനാക്കി തീർക്കും. ഫെയിലിയേഴ്സ് ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ സക്സസ് എന്ന് നമുക്ക് അതിൽ നിന്നാണ് പറയുവാൻ സാധിക്കുന്നത്. തിങ്ക് അബൌട്ട് എ ബേബീസ് ഫസ്റ്റ് സ്റ്റെപ്സ്. ഒരു കുഞ്ഞ് ജനിച്ച് അതിനുശേഷം ആദ്യത്തെ സ്റ്റെപ്പുകൾ എടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക. അനേകം വീഴ്ചകൾ ഒരുപക്ഷെ ഉണ്ടായെന്നിരിക്കാം. ആ വീഴ്ചകളിൽ നിന്നാണ് വളരെ പ്രാപ്തിയോടെ നടക്കുവാനായിട്ട് ആ കുഞ്ഞിന് ഇടയാക്കി തീർക്കുന്നത്. അതുകൊണ്ട് നെവർ എവർ കൺസിഡർ ഫെയിലിയേഴ്സ് ആസ് യുവർ ഫെയ്റ്റ്. നിങ്ങളുടെ വിധിയായിട്ട് ഒരിക്കലും പരാജയത്തെ മാറ്റിയെടുക്കുവാനോ പറയുവാനോ ഇടയാവും. ഇതെൻ്റെ വിധിയാണ്, എൻ്റെ തലവരെയാണെന്ന് പറയേണ്ടുന്ന കാര്യമില്ല. ടേക്ക് ദം ആസ് ക്രിയേറ്റീവ് സ്റ്റെപ്സ് ഫോർ മൂവ് ഫോർവേഡ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട്, അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്സ് ആൻഡ് കറക്റ്റ് ദം. നിങ്ങളുടെ തെറ്റുകൾ അല്ലെങ്കിൽ പരാജയങ്ങൾ നിങ്ങൾ അംഗീകരിക്കുക. അതിൽ നിന്ന് അത് മാറ്റി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനായിട്ടും പ്രാപ്തരായി തീരുക.
ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന പലതരത്തിലുള്ള ആളുകളുണ്ട്. ചില ആളുകൾ ദേ ആർ അൺവില്ലിങ് ടു അക്സെപ്റ്റ് ദെയർ മിസ്റ്റേക്ക് ബിക്കോസ് ഓഫ് ദെയർ ഈഗോ എന്ന് കാണുവാൻ സാധിക്കുന്നു. അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും അതിൽ നിന്ന് ഹൈഡ് ചെയ്യപ്പെടുവാനും തൻ്റെ തെറ്റുകളെ മറച്ചു വയ്ക്കുവാനായിട്ടും അവരാഗ്രഹിക്കുന്നു. സം വിൽ അക്സെപ്റ്റ് ദെയർ മിസ്റ്റേക്സ് ബട്ട് വോണ്ട് ചേഞ്ച് എനിമോർ എന്ന് കാണുവാൻ സാധിക്കും. ചിലർ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അവർ അതിൽ നിന്ന് മാറ്റി പുതിയ രീതിയിൽ നല്ല രീതിയിൽ വീണ്ടും ചെയ്യുവാനായിട്ട് അവർക്ക് ഒരിക്കലും താല്പര്യം കാണത്തില്ല. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ബോത്ത് ആർ ഹിൻഡ്രൻസ് ടു യുവർ സക്സസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റുകളെ ജസ്റ്റിഫൈ ചെയ്യുന്നവരായിട്ടും നമുക്ക് ഫെയിലിയേഴ്സിനെയും തെറ്റുകളെയും ജസ്റ്റിഫൈ ചെയ്യുന്നവരായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ഇവിടെ മനസ്സിലാക്കുക, ലെറ്റ് യുവർ ഫെയിലിയേഴ്സ് മേ ബി യുവർ എക്സ്പീരിയൻസ് ടു ഗോ ഫോർവേഡ്. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനുള്ള അനുഭവങ്ങളായിട്ട് മാറണം. പരാജയങ്ങളെ അക്സെപ്റ്റ് ചെയ്യുവാനും പരാജയം എന്തുകൊണ്ടുണ്ടായി എന്ന് പാഠം പഠിച്ചതിന് ശേഷം അതിനെ മാറ്റി ചിന്തിച്ചുകൊണ്ട് മുന്നേറുവാനും സാധിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വർക്ക് ഹാർഡ് ഫോർ ദ സക്സസ് വെൻ യു ഫെയിൽ. നിങ്ങൾ ജീവിതത്തിൽ പരാജിതയാകുമ്പോൾ അതിൽ നിന്ന് കഠിനാധ്വാനം ചെയ്യുവാനുള്ള ഒരു ലെസൺ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. സം നോട്ട് യൂസിങ് ദെയർ എബിലിറ്റീസ്, സം ആർ ഇൻ സെർച്ച് ഫോർ ഷോർട്ട് കട്ട്സ്. ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി കുറുക്കു വഴികൾ അന്വേഷിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. മനസ്സിലാക്കുക, കുറുക്കു വഴികൾ നിങ്ങളെ ഒരിക്കലും യഥാർത്ഥ വിജയത്തിൽ എത്തിക്കുകയില്ല. സം ആർ നോട്ട് വില്ലിംഗ് ടു ടേക്ക് റിസ്ക്. ജീവിതത്തിൽ റിസ്ക് എടുക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ലാഭം നേടുവാൻ സാധ്യമല്ല. സം ഹാവ് ഓവർ കോൺഫിഡൻസ്. എനിക്ക് ഇത് കഴിയുമെന്നുള്ള അമിതമായ വിശ്വാസം ചിലരിൽ പരാജയത്തിലേക്ക് അവരെ വഴിനടക്കുവാൻ സാധിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഈ പോയിന്റുകളുടെ എല്ലാം ആകെ തുക എന്ന് പറഞ്ഞാൽ അവരാരും ഹാർഡ് വർക്ക് ചെയ്യുവാൻ ജീവിതത്തിൽ തയ്യാറല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് വിജയം ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും അവസാനമായിട്ട് ഹാവ് ആൻ അൾട്ടിമേറ്റ് ഗോൾ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ, ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ആത്യന്തികമായിട്ട് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ദ റീസൺ ഫോർ ഫെയിലിയേഴ്സ് മേ ബി എയിംലെസ്നെസ് എന്ന് കാണുവാൻ സാധിക്കും. ലക്ഷ്യമില്ലാത്തതാണ് പലർക്കും ജീവിതത്തിൽ പരാജയം ഉണ്ടാകുവാനായിട്ടുള്ള കാര്യം. ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് സോർട്ട് ഔട്ട് ചെയ്യുക. ഹാവ് എ ഡീപ് ഡിസയർ ടു അച്ചീവ് ഇറ്റ്. ആ ഗോൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അതിതീവ്രമായ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാകുക. ടേക്ക് അപ്പോൺ ഐഡിയ ആൻഡ് മേക്ക് ദാറ്റ് വൺ ഐഡിയ ആസ് യുവർ ലൈഫ്. ഒരു ഐഡിയ ഉണ്ടാക്കുക, ആ ഐഡിയ നിങ്ങളുടെ ജീവിതമാക്കി മാറ്റിയെടുക്കുക. തിങ്ക് ഓഫ് ഇറ്റ്, ഡ്രീം ഓഫ് ഇറ്റ്, ലീവ് ഓൺ ദാറ്റ് ഐഡിയ. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ ജീവിക്കുക, എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. ജസ്റ്റ് ലീവ് ഓൾ അതർ ഐഡിയാസ് ഇൻ യുവർ ലൈഫ്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക. അങ്ങനെയാണെങ്കിൽ വിജയം നിങ്ങളുടേത് മാത്രം. എൻ്റെ വാക്കല്ല, സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ഒരു മിസ്സിംഗ് മാർക്കാണ്. ലക്ഷ്യത്തിൽ നിന്ന് ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ് പരാജയത്തിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്താൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ലക്ഷ്യം തെറ്റുന്ന അവസ്ഥ. ലക്ഷ്യം തെറ്റുമ്പോൾ വീണ്ടും ട്രൈ ചെയ്യുവാനായിട്ട് സാധിക്കണം. പൗലോ കൊയ്ലോയുടെ ഒരു പ്രസക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, ആൻഡ് വെൻ യു വാണ്ട് സംതിങ് ഓൾ ദ യൂണിവേഴ്സ് കൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും വേണമെന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ ഈ ലോകം മുഴുവനും അത് നേടിത്തരുവാൻ വേണ്ടി ഗൂഢാലോചന എടുക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ അതിതീവ്രമായിട്ട് എന്താഗ്രഹിക്കുന്നു അത് നേടിത്തരുവാൻ ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രൈ അഗെയിൻ, ട്രൈ വൺസ് അഗെയിൻ, ട്രൈ ഇറ്റ് ഇൻ ലിറ്റിൽ ഡിഫറെൻറ്റ് വേ, ട്രൈ അഗെയിൻ ടുമോറോ ആൻഡ് ട്രൈ ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ്, ട്രൈ ടു ഡിറ്റർമൈൻ വാട്ട് ഈസ് വർക്കിംഗ് ആൻഡ് നോട്ട് വർക്കിംഗ്. ജസ്റ്റ് കീപ് ട്രൈങ്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എളുപ്പ വഴികൾ. ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റിമെമ്പർ ദ എക്സാമ്പിൾ ഓഫ് എബ്രഹാം ലിങ്കൺ. ഞാൻ ആദ്യം പറഞ്ഞ എബ്രഹാം ലിങ്കന്റെ എക്സാമ്പിൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വ്യക്തിയാണ് തോമസ് ആൽവാ എഡിസൺ. ഏകദേശം 3000-ലധികം പ്രാവശ്യം അദ്ദേഹം ട്രൈ ചെയ്തതിന് ശേഷമാണ് ബൾബ് കണ്ടുപിടിച്ചത്. അതിനുശേഷം അദ്ദേഹത്തോട് ഒരു വ്യക്തി ചോദിച്ചു, നിങ്ങൾ ഈ 3000-ലധികം പ്രാവശ്യം ഫെയിലാകുവാനായിട്ടുള്ള കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ 3000-ലധികം പ്രാവശ്യം ഏത് രീതിയിൽ ചെയ്താൽ ബൾബ് പൊട്ടിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ഞാൻ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ജീവിതത്തിലെ പരാജയങ്ങൾ ഒരിക്കലും
നമ്മളെ പടുകുഴിയിലേക്ക് തള്ളിയിടുകയല്ല ചെയ്യുന്ന, മറിച്ച് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് മനസ്സിലാക്കുക. ലെറ്റ് മീ കൺക്ലൂഡ്. നമ്മൾ 4 ചിന്തകൾ ചിന്തിച്ചു. ലേൺ ഫ്രം യുവർ ഫെയിലിയേഴ്സ്, അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്സ് ആൻഡ് കറക്റ്റ് ദം, വർക്ക് ഹാർഡ് ഫോർ യുവർ ഗോൾ, ഹാവ് ആൻ അൾട്ടിമേറ്റ് ഗോൾ ഇൻ യുവർ ലൈഫ്. ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വിജയിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, പരാജയങ്ങളിൽ തകർന്നു പോകാതെ ജീവിതത്തെ ഈ ലോകം മുഴുവൻ നേടുന്ന ശക്തിയോടുകൂടി മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.